ബംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിക്കുകയാണ്. ബംഗളൂരുവിലെ PTL സ്കൂൾ ഓഫ് നഴ്സിംഗിൽ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന ആദിത്യനെയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദിത്യന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. സാന്ത്വന സാജു വിശദാംശങ്ങളുമായി ചേരും. സ്പന്ദന, എന്താണ് കുടുംബം ഇപ്പോൾ ദുരൂഹത ആരോപിക്കാൻ ഉണ്ടായ സാഹചര്യം? എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത്? കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ കോളേജിലോ മറ്റോ ഹോസ്റ്റലിലോ മറ്റോ ഉണ്ടായതായി അറിവുണ്ടോ? ഷിഹാസ് കീർത്തന, ഇന്നലെയാണ് ഈ ആദിത്യനെ ബാംഗ്ലൂരിലെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇന്നലെ തന്നെ ബാംഗ്ലൂരിലെ ആശുപത്രി, സെന്റ് ജോൺസ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ ആദിത്യന്റെ മൃതദേഹം തിരുവനന്തപുരം കാച്ചാണിയിലുള്ള ആദിത്യന്റെ വീട്ടിലെത്തിക്കും എന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദിത്യന്റെ മരണവുമായി ബന്ധപ്പെട്ട സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആരോപണങ്ങളും കുടുംബം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. കാരണം ഇന്നലെ ഇപ്പോൾ കുടുംബം ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്നത് ആദിത്യന് ഹോസ്റ്റലിൽ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, ആദിത്യൻ ആത്മഹത്യ ചെയ്യില്ല, തന്റെ മകന്റെ മരണത്തിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്, മകൻ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കാര്യമാണ് ആദിത്യന്റെ പിതാവ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. നമുക്ക് ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഈ ഹോസ്റ്റൽ മുറിയിൽ 4 പേരുള്ള ഹോസ്റ്റൽ മുറിയിലാണ് ആദിത്യൻ താമസിച്ചിരുന്നത്. മറ്റു സുഹൃത്തുക്കൾ മറ്റ് 3 പേരും കോളേജിൽ പോയിരുന്ന സമയത്താണ് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആദിത്യനെ തൂങ്ങി മരിച്ച നിലയിൽ ഈ ഹോസ്റ്റൽ മുറിയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ പറയുന്നത്, ഈ ഹോസ്റ്റൽ മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് 2 വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നത് അവിടുത്തെ അധ്യാപകനും അതുപോലെ തന്നെ അവരുടെ ഹോസ്റ്റൽ വാർഡനുമായ ആള് കണ്ടെത്തിയിരുന്നു. പിന്നാലെ തന്നെ ആരാണ് ഈ വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി നൽകണമെന്ന് ആദിത്യനോട് ഈ വാർഡൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇല്ലാത്ത പക്ഷം കൃത്യമായി വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ ആദിത്യ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നറിയാമെങ്കിൽ കൂടി ആദിത്യനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തും, ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നതായി പുറത്തു പറയുമെന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ആദിത്യൻ അവിടെ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു, എന്തോ തരത്തിലുള്ള ദുരൂഹത ആദിത്യന്റെ മരണത്തിൽ ഉണ്ട് എന്നാണ് പ്രാഥമികമായി എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പരാതിയായി അറിയിച്ചിരിക്കുന്നത്. എന്നിപ്പോൾ ആദിത്യന്റെ അച്ഛനടക്കം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലായിരുന്നു. അവർ തിരിച്ചു വന്നാൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി തന്നെ ആദിത്യന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമെന്നുമാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ശരി, സ്പന്ദന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. മകൻ ആത്മഹത്യ ചെയ്യില്ല, മരണത്തിന് പിന്നിൽ മറ്റെന്തോ ദുരൂഹത ഉണ്ടെന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ പരാതിയുള്ളത്.